അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു നമുക്ക് നൽകിയ ഒന്നാണ് ജീവൻ എന്നുള്ളത്. ആ നൽകിയവൻ തന്നെ തിരിച്ചെടുക്കും. മരണവുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വിഷയത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളാണ് നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശേഷമുള്ള കർമ്മങ്ങളിലും ചില അന്ധവിശ്വാസങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നു. മയ്യത്ത് പരിപാലനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഒരാൾ മരണപ്പെട്ടാൽ ആ വിശ്വാസിയുടെ നമുക്കുള്ള കടമകൾ ഒന്ന് ആ മയ്യത്തിനെ നിസ്കരിക്കുക എന്നുള്ളതാണ്, മറ്റൊന്ന് കഫൻ ചെയ്യുക എന്നുള്ളതാണ്, മറ്റൊന്ന് മയ്യത്തിനെ മറമാടുക എന്നുള്ളതാണ്. ആദ്യമായി ആ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം ഓർമ്മപ്പെടുന്നത്. മറ്റു ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഓർമ്മപ്പെടുത്താം. മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് കടൽ വെള്ളം കിട്ടുമെങ്കിൽ അതാണ് ഒന്നാം സ്ഥാനം. അത് കിട്ടുന്നില്ലെങ്കിലാണ് നമ്മുടെ നാട്ടിലുള്ള സാദാ തണുത്ത വെള്ളം, പച്ചവെള്ളമാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. ശക്തമായ തണുപ്പുള്ള പ്രദേശമാണ്, മഞ്ഞ് അല്ലെങ്കിൽ ഐസാണ്, അവിടെ എന്ത് ചെയ്യാം, ചൂടുള്ള വെള്ളം ഉപയോഗിക്കാം. എന്നാൽ ഏറ്റവും നല്ലത് സാദാ ലഭിക്കുന്ന കടൽ വെള്ളം ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പച്ചവെള്ളം കൊണ്ട് കുളിപ്പിക്കലാണ് ഉത്തമം. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചത് ബിർ അറസ് എന്ന് പറയുന്ന കിണറ്റിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടാണ് മുത്തുനബിയുടെ മയ്യത്തിനെ കുളിപ്പിച്ചത്. റസൂലുള്ളാഹിൻ്റെ വസിയത്തായിരുന്നു അത്. നമ്മുടെ നാടുകളിലൊക്കെ കാണുന്നു, ഒരു മരണം നടക്കുമ്പോഴത്തേക്കും വലിയ ചെമ്പ് കൊണ്ടുവച്ച് കുറേ വിറക് കൊണ്ട് അങ്ങനെ തിളപ്പിച്ച് ആ മയ്യത്തിനെ ചൂടുള്ള വെള്ളം കൊണ്ട് കുളിപ്പിക്കുകയും അതിനുവേണ്ടി വല്ലാതെ തിരക്കൂടുന്നൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ അതൊക്കെ നാം ഒഴിവാക്കേണ്ടതാണ്. ചില പണ്ഡിതന്മാർ അങ്ങനെ പറയുന്നുണ്ട്, ഈ മരണപ്പെട്ട ആൾ ഒരു കാര്യപ്പെട്ട ആര്യമായിരുന്നു, അദ്ദേഹത്തിൻ്റെ വസിയത്തുണ്ടായിരുന്നു, ആ സമയങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാമെങ്കിലും ഉത്തമം അവിടെയും നാം സൂക്ഷ്മത പുലർത്തേണ്ടത് പച്ചവെള്ളം കൊണ്ട് കുളിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു തആല അറിവ് കരസ്ഥമാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.